നമ്മളിന്ന് നോക്കുന്നത് നബിദിനം ക്വിസാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയുടെ പേരെന്താണ്? ഉമ്മു ഐമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ എത്രാം വർഷമാണ് ഹിജ്റ നടന്നത്? 13-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഖുർആൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ അഥവാ ലോക ജനതയ്ക്ക് അനുഗ്രഹം. ഖുർആനിൽ റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാമിനെ. രണ്ടിൽ രണ്ടാമൻ എന്ന ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യം എന്താണ്? സലാം പറയൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ വിളിക്കുന്ന പേരെന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കണമെന്ന് അഭിപ്രായപ്പെട്ട സ്വഹാബിയാര്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. അവ്വൽ റസൂൽ അഥവാ ദൈവദൂതരിൽ ഒന്നാമൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം നോഹ് നബി അലൈഹിസ്സലാം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഇത് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹിജ്റ വേളയിൽ സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ താമസിപ്പിക്കാൻ അവസരം കിട്ടിയ സ്വഹാബി ആരാണ്? ഉത്തരം അബു അയ്യൂബുൽ അൻസാരി. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സൈനബ് റളിയല്ലാഹു അൻഹ. വിജ്ഞാനത്തിൻ്റെ കവാടം എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സ്വഹാബിയാര്? അലി റളിയല്ലാഹു അൻഹു. സയ്യിദു ശുഹദാ, അസദുല്ല എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്വഹാബിയാര്? ഉത്തരം ഹജ്ജത്തുൽ വിദാഇന് ശേഷം എത്ര മാസം നബി തങ്ങൾ ജീവിച്ചിരുന്നു? 3 മാസം മാത്രം. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള പ്രവാചകൻ ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. മുഹമ്മദ് റസൂലുള്ള എന്ന് ഖുർആനിൽ പരാമർശിക്കുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തുൽ ഫത്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോഴാണ്? സൂറത്തുൻ നജ്മ്. ഷാഇറു റസൂലില്ല അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ആയത്തുൽ ഖുർസി. വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ സംരക്ഷിക്കപ്പെടുമെന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം ഏത് സൂറത്തിലാണ്? ഉത്തരം സൂറ അൽ ഹിജ്ർ. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ഏതാണ്? ആയത്തുദ്ദൈൻ. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പ്രവാചകൻ ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. വരും തലമുറയ്ക്ക് ഗുണപാഠമായി സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മൃതശരീരം ആരുടേതാണ്? ഫിർഔനിൻ്റെ. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? ഉത്തരം സൂറത്തുൽ ഫത്ഹ്. ഖുർആനിൽ പേര് പരാമർശിച്ച ഏക വനിത ആരാണ്? മറിയം ബീവി. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേരെന്താണ്? ജബൽ നൂർ. രണ്ടിൽ രണ്ടാമൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരെയാണ്?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പ്രാർത്ഥനയായി അവതരിച്ച സൂറത്ത് ഏതാണ്? സൂറ അൽ ഫാത്തിഹ. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്തുതിക്കപ്പെട്ടവൻ. റമളാനിൻ്റെ പരിസമാപ്തിയായ ആരാധനാകർമ്മം ഏതാണ്? ഉത്തരം ഫിത്ർ സകാത്ത്. ജമ്മും കസ്റും ബാധകമല്ലാത്ത നമസ്കാരം ഏതാണ്? ഉത്തരം സുബഹി നമസ്കാരം. നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണ്? തഖ്വ ഉണ്ടാവാൻ. സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നതാര്? നോമ്പുകാർ. സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവായ സ്ത്രീരത്നം ആരാണ്? പ്രവാചകപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഏത് പ്രവാചകനാണ് അള്ളാഹു ഇരുമ്പിനെ മൃദുലമാക്കി കൊടുത്തത്? ഉത്തരം ദാവൂദ് നബിക്ക്. ഏത് വൃക്ഷത്തെയാണ് ഖുർആനിൽ ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം നരകത്തിലെ സഖൂം വൃക്ഷം. ഖുർആനിൽ മരുന്നായി വിശേഷിപ്പിക്കപ്പെട്ട പാനീയം ഏതാണ്? തേൻ. വൈവാഹിക നിയമങ്ങൾ വിവരിക്കുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറ അൻ-നിസാ. ഖുലഫാഉർ റാഷിദുകളിൽ വധിക്കപ്പെടാത്ത ഖലീഫ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ഏറ്റവും അധികം ഉപയോഗിച്ച അക്ഷരം ഏതാണ്? അലിഫ്. ഖുർആനിൽ 2 ബിസ്മിയുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൻ നംല്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറ അൽ ബഖറ. അടുത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ആൻസർ മൂസാ നബി അലൈഹിസ്സലാം. ഒരുപാട് കുട്ടികൾ ശരിയുത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കമൻറ്റ് ചെയ്ത 10 പേർ ആരൊക്കെയെന്ന് നോക്കാം. നസീഹ, മിൻഹ തസ്നീം, ഫാത്തിമ സഫ്ന, മുഹമ്മദ് അലി, ലൂന മറിയം, നജ നാമിയ, ഫാത്തിമ മുഞ്ചിയ, റയ്യാൻ, ഇഷ ഫാത്തിമ, ആയിഷ എന്നീ കുട്ടികളാണ്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ്? ആൻസർ അറിയുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.